കൊച്ചുകൂട്ടുകാർ, അടുത്ത തലമുറയിലെ കരയിലെ പ്രമാണിമ അവർ കെട്ടി അലങ്കരിച്ച് ആനയിച്ച ഏതാ കെട്ടുകാഴ്ച ചെയ്ത ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയായി. ഭക്തിയാദരപൂർവം മഹേശ്വരന്റെ കടന്നു വരുന്ന ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മാറിക്കൊടുക്കണം. പുതുപ്പള്ളി വടക്കുകരയിൽ നിന്ന് ഇനിയും കെട്ടുകാഴ്ചകൾ എത്താനുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് എത്തണം. പുതുപ്പള്ളി വടക്കുകരയിലെ കെട്ടുകാഴ്ചകൾ അവിടുത്തെ ഭക്തജനങ്ങൾ, വ്യക്തികളും സംഘടനകളും ചേർന്ന് അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ നിശ്ചയിച്ചിട്ടുള്ള ഭക്തി ആദരപൂർവം എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ചകൾ നമ്മുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം. ഇതാ പുതുപ്പള്ളി വടക്കുകരയിലെ ചുണക്കുട്ടന്മാർ കെട്ടിയലങ്കരിച്ച് ആനയിച്ച മഹാദേവന്റെ ഫ്ലോട്ടോടുകൂടി കെട്ടുകാഴ്ച ചെയ്ത ക്ഷേത്ര സന്നിധിയിലേക്ക് കടക്കുകയാണ്. അമ്മയുടെ തിരുസന്നിധിയിലേക്ക് കടക്കുകയാണ്. അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങി വടക്കുകരയിലെ ചുണക്കുട്ടന്മാർ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ആ ഫ്ലോട്ട് എത്രയും പെട്ടെന്ന് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കേണ്ടതാണ്. അമ്മേ നാരായണ, ദേവി നാരായണ. നമ്മുടെ ഗ്രാമദേവതയായ ദേവികുളങ്ങര ഭഗവതിയുടെ ആട്ടവിശേഷ നാളായ അശ്വതി മഹോത്സവം ക്ഷേത്ര ആചാരപ്രകാരം ഭക്തി ആദരപൂർവം നമ്മുടെ 6 കരകളിലെ ഭക്തജനങ്ങൾ ആഘോഷപൂർവം ആഘോഷിക്കുകയാണ്, ആവേശപൂർവം ആഘോഷിക്കുകയാണ്. ഇതാ പുതുപ്പള്ളി വടക്കുകരയുടെ ചുണക്കുട്ടന്മാർ കെട്ടി അലങ്കരിച്ച മഹാദേവന്റെ ഫ്ലോട്ട് ഇതാ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനിയും ആ ഭാഗത്ത് നിന്ന് കെട്ടുകാഴ്ചകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. 3-ാം കരയുടെ കെട്ടുകാഴ്ച ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് നിൽപ്പുണ്ട്. ഈ ഫ്ലോട്ടുകളെല്ലാം ക്ഷേത്രത്തിൽ കയറ്റിയതിനു ശേഷമേ 3-ാം കരയുടെ കെട്ടുകാഴ്ച ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് പുതുപ്പള്ളി വടക്ക് ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള എല്ലാ കെട്ടുകാഴ്ചകളും, അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള എല്ലാ കെട്ടുകാഴ്ചകളും ക്ഷേത്ര ശിവാംശത്തിൽ നിന്നും പിറവിയെടുത്ത ജലന്ധരൻ എന്നു പേരുള്ള അതിഭയങ്കരനായ ഒരു അസുരനുണ്ടായിരുന്നു. അവന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവഗണങ്ങൾ പരമശിവനെ അഭയം തേടി. എന്നാൽ ജലന്ധരന്റെ പത്നി വൃന്ദ ഒരു പതിവ്രതയായിരുന്നു. അവരുടെ പാതിവ്രത്യത്തിന് ഭംഗം വരുമ്പോൾ മാത്രമേ ജലന്ധരനെ നിഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പരമശിവൻ അവരോട് പറഞ്ഞു. വരബലത്താൽ അഹങ്കാരിയായിരുന്ന ജലന്ധരനെ പരാജയപ്പെടുത്തുക അസാധ്യമായിരുന്നു. ഒടുവിൽ മഹാവിഷ്ണുവിന്റെ സഹായത്താൽ ജലന്ധരന്റെ പത്നിയുടെ പാതിവ്രത്യത്തിന് ഭംഗം വരുത്തുകയും പരമശിവൻ ഉറപ്പിക്കേണ്ടതാണ്. പ്രയാർ വടക്കുകരയിലെ ഭക്തജനങ്ങൾ ഭഗവതിക്ക് സമർപ്പിക്കുവാൻ വേണ്ടി ഭക്തി ആദരപൂർവ്വം കെട്ടിയലങ്കരിച്ചെത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ച ചെയ്ത ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തെക്കു ഭാഗത്ത് പടിഞ്ഞാറേ അറ്റം തെക്കോട്ട് ദർശനമായിട്ട് ആ ഫ്ലോട്ട് നിർത്തേണ്ടതാണ്. 4-ാം കരയുടെ കെട്ടുകാഴ്ച ചെയ്ത ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.
പ്രയാർ വടക്കുകരയിലെ ഭക്തജനങ്ങൾ ഭക്തിയാദരപൂർവം ആവേശത്തോടുകൂടി അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ച ചെയ്ത് നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗോവിന്ദൂട്ടങ്കരയുടെ കെട്ടുകാഴ്ച എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് നാലാങ്കരയുടെ കെട്ടുകാഴ്ച ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നാലാങ്കരയായ പ്രയാർ വടക്കുകരയുടെ കെട്ടുകാഴ്ചയിൽ ദേവി സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദേവിയുടെ സമക്ഷത്ത് ദേവിയുടെ ദർശനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ദേവിയുടെ സന്നിധിയിലേക്ക് പ്രയാർ വടക്കുകരയുടെ കെട്ടുകാഴ്ച ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദേവി സമക്ഷത്തിലേക്ക് നീക്കി ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ വേണ്ടി നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുന്നോട്ട് നീങ്ങണം എന്ന് അഭിയെ ദേവി നാമധേയത്തിൽ അറിയിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ട് നാലാങ്കരയായ പ്രയാർ വടക്കുകരയുടെ കെട്ടുകാഴ്ചയാണ്. ദേവിയുടെ സമക്ഷത്തെ മുന്നിലുള്ളത് കൊണ്ട് നാലാങ്കരയുടെ കെട്ടുകാഴ്ച ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ മൂന്നാങ്കരയുടെ കരക്കമ്മിറ്റിക്കാരുടെ അനുവാദത്തോടുകൂടി ക്ഷേത്രം പ്രയാർ വടക്കുകരയുടെ ചുണക്കുട്ടന്മാർ ഇതാ വടക്ക് കൊച്ചുമുറി അഞ്ചാങ്കരയുടെ കെട്ടുകാഴ്ച ഇതാ നമ്മുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭക്തിയാദരപൂർവം അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ വേണ്ടി ആ നാലാങ്കരയുടെ കെട്ടുകാഴ്ച അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങിയതിനു ശേഷം നിങ്ങൾ എല്ലാ സ്ഥാനത്തേക്ക് നീക്കി നിർത്തണമെന്ന് നാലാങ്കരയുടെ കരക്കമ്മിറ്റിക്കാരോട് ഭക്തിയാദരപൂർവം അമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ച എല്ലാ സ്ഥാനത്തേക്ക് നീക്കി നിർത്തണമെന്ന് അറിയിക്കുകയാണ്. വടക്ക് കൊച്ചുമുറിക്കരയാകുന്ന അച്ചാങ്കരയുടെ കെട്ടുകാഴ്ച ദേവി സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭക്തിയാദരപൂർവ്വം വാദ്യമേളങ്ങളോട് അകമ്പടിയോടുകൂടി ദിവസങ്ങളോടും വൃതാനുഷ്ഠാനത്തോടുകൂടി അന്നദാനം നടത്തി ഭഗവതിയുടെ തിരുനടയിൽ ഭഗവതിക്ക് സമർപ്പിക്കാൻ വേണ്ടി അച്ചാങ്കരയായ വടക്കു കൊച്ചുമുറിക്കരയിലെ ചുണക്കുട്ടന്മാർ കെട്ടി അലങ്കരിച്ചാനയിച്ച് ഭഗവതിക്ക് സമർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ച ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാലാങ്കരയുടെ കെട്ടുകാഴ്ച ഭഗവതിക്ക് സമർപ്പിച്ചതിന് ശേഷം യഥാസ്ഥാനത്തേക്ക് നീക്കിവെക്കണമെന്ന് അറിയിക്കുകയാണ്. നാലാങ്കരയുടെ കെട്ടുകാഴ്ച അമ്മയുടെ